നമുക്കിന്ന് എക്സലിലെ ബേസിക് കാര്യങ്ങൾ നോക്കാം. ഫോണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോണ്ടിൻ്റെ കളറ്, സ്റ്റൈല്, ബോർഡർ എങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വണ് ഫോണ്ട് സ്റ്റൈല്. ഫോണ്ട് സ്റ്റൈല് സെലക്ട് ചെയ്യാൻ വേണ്ടി ഹോമ്, ഫോണ്ട് സൈസ് സ്റ്റൈലുണ്ട്, അത് സെലക്ട് ചെയ്യുക ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഫോണ്ട് സ്റ്റൈല്. സെക്കൻഡ് വണ് ഫോണ്ട് സൈസ്. ഫോണ്ടിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യാനും ഹോം ടാബിൽ ഇവിടെ ചെയ്യാവുന്നതാണ്. തേർഡ് വണ് ബോൾഡ്. ടെക്സ്റ്റിനെ ബോൾഡ് ചെയ്യുന്നതിന് വേണ്ടി ഹോം ടാബിൽ ബോൾഡ് വൺസ് ക്ലിക്ക് ചെയ്താൽ ബോൾഡ് ആകുകയും വീണ്ടും അഗൈൻ ക്ലിക്ക് ചെയ്താൽ അൺബോൾഡ് ആകുന്നതാണ്. ഫോർത്ത് വണ് ഇറ്റാലിക് സ്റ്റൈല്. ടെക്സ്റ്റിന് ഇറ്റാലിക് സ്റ്റൈൽ കൊടുക്കുന്നത്. ഹോമിൽ ഇറ്റാലിക് വൺസ് കൊടുത്താൽ ഇറ്റാലിക് സ്റ്റൈലിലോട്ടും അഗൈൻ കൊടുത്തു കഴിഞ്ഞാൽ പഴയ സ്റ്റൈലിലേക്കും വരുന്നതായിരിക്കും. ഫിഫ്ത്ത് വൺ അണ്ടർലൈന്. ടെക്സ്റ്റിന് അണ്ടർലൈൻ കൊടുക്കാൻ ഹോം ടാബിൽ അണ്ടർലൈൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് സിക്സ്ത് വണ് ബോർഡറാണ്. സെല്ലിന് ബോർഡർ സ്റ്റൈൽ കൊടുക്കാനാണ്. ഇതിൽ ബോട്ടം, ടോപ്പ്, ലെഫ്റ്റ് അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഏത് സൈഡിലാണോ ബോർഡർ കൊടുക്കേണ്ടത് നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇനി ഓൾ ബോർഡർ ആണെങ്കിൽ 4 സൈഡും ബോർഡർ വരും. നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തതിന് ശേഷം ബോർഡറിൽ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. നമ്മളിതെല്ലാം ചെയ്യുന്നത് ഹോം ടാബിൽ നിന്നാണ്. നെക്സ്റ്റ് സെവൻത് വണ് ഫിൽ കളറാണ്. നമുക്ക് സെല്ലിൽ കളറ് കൊടുക്കുന്നതിന് വേണ്ടി ഹോം ടാബിൽ ഫിൽ കളർ യൂസ് ചെയ്യാം. നെക്സ്റ്റ് എയ്ത്ത് വണ്ണാണ് ഫോണ്ട് കളറ്. ഫോണ്ടിന് കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി